ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? യെസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഇയറിൽ 6ാം ക്ലാസ്സിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുറച്ചൊരു അന്തം അല്ലേ, നമ്മൾ പച്ച മലയാളത്തിൽ പറയും, കുറച്ചൊരു അന്തം വെക്കണ്ടേ അല്ലേ? കുറച്ചൊരു ഇൽമ കിട്ടണം, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ അറബിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. കാരണം 6ാം ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കുറച്ചൊന്നും അല്ല ഉള്ളത്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6ാം ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ 5ാം ക്ലാസ്സിലെ എല്ലാ കണ്ടന്റുകളും നമ്മൾ പഠിച്ച് പ്യുവർ ആക്കിയിട്ട് വേണം പോകാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? 6ാം ക്ലാസ്സിൽ നിന്ന് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. യെസ്, ഇന്ന് നമുക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ളത് സിഗ്നൽസിനെ കുറിച്ചാണ്. നമ്മൾ റോഡിലൂടെയൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങളല്ലേ അല്ലേ? സ്ഥിരമായിട്ട് സ്കൂൾ ബസ്സിൽ വരുന്നവരാവാം, വിത്ത് ഫാമിലിയുടെ കൂടെ കാറിലോ ബസ്സിലോ ബൈക്കിലോ ഒക്കെ പോകുന്നവരാവാം. അപ്പോൾ റോഡ് സൈഡിൽ നമ്മൾ ഒരുപാട് സിഗ്നൽസ് കാണാറുണ്ട് അല്ലേ? എന്തൊക്കെയാണ് കാണാറ്? പെട്രോൾ പമ്പ് കാണാറുണ്ട്, സ്റ്റോപ്പ് കാണാറുണ്ട്, ജംഗ്ഷന് കാണാറുണ്ട്, ജംഗ്ഷനിൽ ഇഷാറകൾ കാണാറുണ്ട്. അതായത് ലൈറ്റ്, റെഡ്, പച്ച, അങ്ങനത്തെ കുറേ ലൈറ്റുകൾ കാണാറുണ്ട്. പിന്നെന്താ കാണാറ്? ഹമ്പ് കാണാറുണ്ട്, യൂ ടേൺ കാണാറുണ്ട് അല്ലേ? അങ്ങനെ കുറേ സിഗ്നൽസുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കാണാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അറബിയിൽ എന്ത് പറയും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, കാരണം എക്സാമിന് നിങ്ങളെടുത്ത് ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പിക്ചർ തരും. ഓക്കെ, പിക്ചർ തന്നിട്ട് നിങ്ങളോട് പറയും ഇതിനെന്താണ് അറബിയിൽ പറയുക. ഇങ്ങനെ പറയും, ഇതിനെന്താണ് അറബിയിൽ പറയുക എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യണം? മേലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് ബബ്ബ അടിക്കണം. പറ്റുമോ? അങ്ങനെ പറ്റിയാൽ നമുക്ക് 6ാം ക്ലാസ്സിൽ എത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ അറബിക് വേർഡ് നമ്മൾ പഠിച്ചു പോകണം. മനസ്സിലായോ? കുറച്ച് ഇഷാറകളെ നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഇഷാറകൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കൂല. ടെക്സ്റ്റ് ബുക്കിലുള്ള ഇഷാറകൾ മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു പോകണം. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഉറപ്പാണല്ലോ? എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? യെസ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് മാം ഒരു ഇഷാറ കാണിക്കുന്നുണ്ട്. എന്താ ഇതെന്താ മക്കളെ? ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്. ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു പൈപ്പും അല്ലേ, എന്തൊക്കെയോ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം ഇത് എന്തിൻ്റെ ഇഷാറയാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ സിഗ്നലാണ്. എന്താണ്? യെസ്, ഇത് പെട്രോൾ പമ്പാണ് അല്ലേ? എന്താണ് ഇതിന് നമ്മൾ എന്താ പറയുക? പെട്രോൾ പമ്പ് എന്നാണ് പറയുക അല്ലേ? പെട്രോൾ പമ്പ്. ഇത് കണ്ടാൽ, റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു സിഗ്നൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എവിടെയോ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതല്ലെങ്കിൽ അവിടെ ആ പെട്രോൾ പമ്പിൻ്റെ ഈ ചിഹ്നത്തിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും ഇത്ര മീറ്ററിനുള്ളിൽ പെട്രോൾ പമ്പ് ഉണ്ടെന്ന് അല്ലേ? അപ്പം അത് ഏത് പെട്രോൾ പമ്പാണ്? ഇന്ത്യൻ ഓയിൽ ആണോ, നയാരയാണോ, അങ്ങനെ ഏതാണോ ഉള്ളത് അത് അവിടെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അറബിക് വേർഡ് നമ്മൾ പഠിക്കണം. എന്താണ് പെട്രോൾ പമ്പിന് നമ്മൾ പറയാം മക്കളെ? പെട്രോൾ പമ്പിന് എന്താ പറയുക? യെസ്, വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. അതായത് പെട്രോൾ പമ്പിന് നമ്മൾ പറയുന്നത്, അതായത് മഹത്വത്തു പെട്രോൾ എന്നാണ് പറയാം. എന്താണ്? മഹത്വത്തു പെട്രോൾ. എന്തൊരു ഈസിയാണ് അല്ലേ? പെട്രോൾ എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് നെയിം തന്നെ നമ്മൾ അറബിയിൽ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ദേ മാം ഇവിടെ കാണിച്ചു തരാം. ഇതാ കണ്ടോ? മഹത്വത്തു പെട്രോൾ. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ പെട്രോളിന് എഴുതുക. കണ്ടോ നിങ്ങളെ? മഹത്വത്തുൽ പെട്രോൾ പമ്പ് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം, നിർബന്ധമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പെട്രോൾ എന്നുള്ള സംഭവം നമുക്ക് അങ്ങനെ തന്നെ എഴുതി കൊടുക്കാം. ഈ മഹത്വത്തു മാത്രം പഠിച്ചാൽ മതി, ബാക്കി നമുക്കറിയാലോ അല്ലേ? അപ്പോൾ മഹത്വത്തു പെട്രോൾ എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പ് എന്നാണ് മീനിങ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ഇതെന്താ മക്കളെ? എന്താ ഇതിന് പറയാ? പി. ആർക്കാണ് അറിയാം? നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു സിഗ്നലാണ് പി അല്ലേ? എന്താണ് ഈ പി? എന്താ ഈ പി? എന്താ ഈ പി? യെസ്, നമുക്കറിയാം. പി എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് അല്ലേ? പാർക്കിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലം. എന്നാൽ പി ഇങ്ങനെ വെട്ടിട്ടിട്ടുണ്ടെങ്കിലോ
പാർക്കിംഗ് ചെയ്യാൻ പറ്റൂല എന്നാണ് അല്ലേ. പീനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വര ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വര ഇല്ല. നമുക്ക് പഠിക്കാനുള്ളത് പാർക്കിംഗ് ഏരിയക്ക് നമ്മൾ എന്താണ് പറയാ. നമുക്കിപ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളിലൊക്കെ പോകുമ്പം അവിടെയൊക്കെ റോഡ് സൈഡിൽ ഈ പാർക്കിംഗ്, ഇവരുടെ പാർക്കിങ്ങിൻ്റെ സംഭവത്തിൻ്റെ അവിടെ നമുക്ക് കാണാൻ പറ്റും, പാർക്കിംഗ് എന്നുള്ള പി കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, മൗക്കിഫ് എന്ന് പറയാം. അറബിയിൽ എന്താണ് പറയുന്നത്, മൗക്കിഫ് എന്നാണ് നമ്മൾ പറയാം കേട്ടോ. മൗക്കിഫ് എന്ന് പറഞ്ഞാൽ വഖഫ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ്. മൗക്കിഫ് എന്ന് പറഞ്ഞാലോ നിർത്തുന്ന സ്ഥലം അല്ലേ. മൗക്കിഫ് എന്ന് പറഞ്ഞാൽ നിർത്തുന്ന സ്ഥലം. റക്കിബ എന്ന് പറഞ്ഞാൽ എന്താണ് കയറി എന്നാണ് അല്ലേ. മർക്കബ് എന്ന് പറഞ്ഞാലോ കയറുന്ന സ്ഥലം അല്ലെങ്കിൽ വാഹനം അല്ലേ, അതിനാണ് നമ്മൾ പറയാം. അപ്പോൾ മൗക്കിഫ് എന്ന് പറഞ്ഞാൽ നിർത്തുന്ന സ്ഥലത്തെയാണ് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ പി കണ്ടാൽ എഴുതണം അതിൻ്റെ അടിയിൽ എന്ത്, മൗക്കിഫ് എന്ന് വേഗം ഓടിച്ചാടി വന്നിട്ട് എഴുതണം. ക്ലിയർ ആയോ? അടുത്തത് ഇതെന്താ കുഞ്ഞുങ്ങളെ, ഇതെല്ലാവർക്കും അറിയാലോ. നമ്മൾ പലപ്പോഴും റോഡിൽ ജംഗ്ഷനിൽ പറഞ്ഞു പോയി അല്ലേ. ജംഗ്ഷൻ ആവാൻ നേരത്ത് നമ്മൾ കാണുന്ന സിഗ്നലാണിത് അല്ലേ. ജംഗ്ഷൻ ആവാൻ നേരത്ത് നമ്മൾ കാണുന്ന സിഗ്നലാണിത്. അതായത് ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്, ടി എന്നാണ് നമ്മളിതിന് പറയാം. ടി അല്ലേ, ടി മോഡലല്ലേ. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും വണ്ടി വരുന്ന, ഇങ്ങനെ ഇവിടുന്ന് വണ്ടി വരുന്ന ഒരു ജംഗ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ആ ജംഗ്ഷനെ നമ്മൾ കാണിക്കുന്ന സിംബലാണിത്. അതേപോലെ തന്നെ അതിന് നമ്മൾ അറബിയിൽ എന്താ പറയാ, ജംഗ്ഷൻ എന്താണ് നമ്മൾ അറബിയിൽ പറയാ, എന്താണ്, മഫ്രഖ് എന്നാണ് പറയാ കേട്ടോ. അൽ മഫ്രഖ്, എന്താണ് അൽ മഫ്രഖ്. മഫ്രഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്, മഫ്രഖ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സെറ്റാണല്ലോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിംബൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാവണം രണ്ട് സൈഡിൽ നിന്നും രണ്ടോ മൂന്നോ സൈഡിൽ നിന്നും റോഡ് കൂടിച്ചേരുന്ന ഒരു ജംഗ്ഷനാണ് ഇവിടെ ഉള്ളത്. അതിന് നമ്മൾ അറബിയിൽ പറയുന്ന പേരാണ് അൽ മഫ്രഖ്. എന്താണ് പറയാ, അൽ മഫ്രഖ് എന്നാണ് നമ്മൾ അതിനെ അറബിയിൽ പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ? ഇനി അടുത്തത് എന്താണ്, ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു വലിയൊരു കുഞ്ഞനുണ്ട് അല്ലേ. ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് അല്ലേ. ഇതിനെന്താ നമ്മൾ പറയാ, ഇതിന് നമുക്ക് സിമ്പിൾ ആണല്ലോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാലോ. എന്താ മക്കളെ ഇതിന് പറയാ, യെസ്, ഇതിനെ നമ്മൾ പറയാ എന്താണ്, യെസ്, ഇങ്ങനെ ഇപ്പോൾ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്കൂളിൻ്റെ അടുത്താണ് ഈ ഒരു സിഗ്നൽ കാണാൻ നിങ്ങൾക്ക് അല്ലേ. ഇതിനെ കാണാൻ എവിടെയാണ്, സ്കൂളിൻ്റെ അടുത്താണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്. അതായത് ഇത് ഇങ്ങനെ ഒരു ബോർഡ് നിങ്ങൾ കണ്ടാൽ ഇവിടെ എന്തുണ്ട്, സ്കൂളുണ്ട്. വാഹനങ്ങൾ ശ്രദ്ധിച്ച് പോകണം അല്ലേ. വാഹനങ്ങൾ ശ്രദ്ധിച്ച് സ്പീഡ് കുറച്ച് പോകണം എന്നാണ് ഇതിൻ്റെ ഒരു സിംബൽ അല്ലേ. അപ്പോൾ എന്താണ് ഇതിന് നമ്മൾ അറബിയിൽ പറയാ, എന്താ പറയാ മക്കളെ, അതായത് ഇവിടെ സ്കൂളുണ്ട്, ശ്രദ്ധിച്ച് പോവണം എന്നാണ് ഇതിൻ്റെ ഒരു സിംബൽ. അപ്പം അതിനെ നമ്മൾ എങ്ങനെ അറബിയിൽ എന്ത് പറയും, ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്താ പറയാ, യെസ്, അൽ മദ്രസത്ത് അല്ലേ. സ്കൂളിന് നമ്മൾ എന്താ പറയാ, അൽ മദ്രസത്ത് എന്നാണ് പറയാ അല്ലേ. അപ്പോൾ സ്കൂളുണ്ട്, ഇവിടെ സ്കൂളുണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ എന്താണ് സിംബലാണ് എന്ത് അൽ മദ്രസത്ത്. ഓക്കെ, അൽ മദ്രസത്ത്, സ്കൂളുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇത് സ്കൂളിൻ്റെ സിമ്പിളാണ്. നമുക്കറിയാം കുട്ടികൾ ചിലതിൽ സ്കൂൾ ബാഗുള്ള കുട്ടീനെ കാണാൻ പറ്റും ചില സിമ്പിളിൽ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരാളിങ്ങനെ എന്താണ് എന്താ പറയുക, കുട്ടീനെ പിടിച്ചിട്ട് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോ ആണ് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എന്താ പറയുക ബോർഡാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതെന്താണ്, സ്കൂളാണ്, അൽ മദ്രസത്ത്. ഇനി അടുത്തത് ഇനി നോക്കിയേ, അതേപോലെ ഒരാൾ നടന്നു പോകുന്നതാണ്. ഇത് സ്കൂളാണോ? ആണോ? നല്ലപോലെ നോക്കണേ, ഇത് സ്കൂളാണോന്ന്. ആണോ? ഇത് സ്കൂളാണോ? നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സ്കൂളാണോ. അല്ല, ഇത് സ്കൂളല്ല, പക്ഷെ ഒരാൾ നടക്കുന്ന സ്ഥലമാണ് അല്ലേ. നടക്കുന്ന ഏരിയ ആണ്. അതിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടോ, അത് ഇങ്ങനെ വര കണ്ടോ നിങ്ങൾ, കണ്ടോ? അപ്പൊ അത് എന്തിന്റെ എന്താ പറയുക സിമ്പിളാണത്, എന്തിന്റെ സിമ്പിളാണ്, യെസ്, നമ്മൾ
എന്താ പറയാ, സീബ്ര ലൈനിന്റെ സിമ്പിൾ ആണ് അല്ലെ. സീബ്ര ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ എന്താ മക്കളെ സീബ്ര ലൈൻ എന്ന് പറഞ്ഞാല്? യെസ്, സീബ്ര ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള എന്താണ്, റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു 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 എന്താ പറയാ, ഒരു ഒരു സ്ഥലമാണ് സീബ്ര ലൈൻ. റോഡിന്റെ സെന്ററിലൂടെ നിങ്ങൾക്ക്, ഇതിപ്പോൾ റോഡാണെങ്കിൽ റോഡിന്റെ സെന്ററിൽ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈന് കാണാം അല്ലേ, ഇങ്ങനെ ലൈന് കാണാം. അതിനെയാണ് നമ്മൾ സീബ്ര ലൈൻ എന്ന് പറയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ സീബ്ര ലൈൻ എന്ന് പറയാം. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, റോഡ് ക്രോസ് ചെയ്ത് പോകാം അല്ലേ. അപ്പോൾ സീബ്ര ലൈനിന് നമ്മൾ അറബിയിൽ എന്ത് പറയും? അതാണ് അടുത്തത്. എന്താണ് സീബ്ര ലൈൻ പറയാ? എന്താ പറയാ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നടക്കുക എന്നുള്ളതിന് മുഷാത്ത് എന്നാണ് പറയാ അല്ലേ. അപ്പോൾ സീബ്ര ലൈൻ നടക്കുന്ന സ്ഥലത്തിന് എന്താ പറയാ, നമ്മള് എന്താ പറയാ? മാബറുൽ മുഷാത്ത് എന്നാണ് പറയാ കേട്ടോ. മാബറുൽ മുഷാത്ത്, സീബ്ര ലൈൻ. ഓക്കെ മക്കളെ, മാബറുൽ മുഷാത്ത് എന്നാണ് നമ്മൾ സീബ്ര ലൈന് നമ്മൾ പറയാ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സീബ്ര ലൈൻ എന്താണ് പറയാ? മാബറുൽ മുഷാത്ത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സിഗ്നൽ കാണാം, പല സ്ഥലത്ത് കാണാം. സ്റ്റോപ്പ്, വണ്ടി ഇവിടെ നിർത്തണം, സ്റ്റോപ്പ് അല്ലേ. ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, ഈ കൂടെ പോകണം, ഇതിലൂടെ ഇനി പോകാൻ പറ്റൂല, ഈ സൈഡിലൂടെ വേണം പോവാൻ എന്നാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പം എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് പറയാ? എങ്ങനെയാ പറയാ? സ്റ്റോപ്പാണ് അവിടെ വന്നിട്ടുള്ളത് അല്ലേ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അറബിയിൽ നമ്മൾ പറയാം? എങ്ങനെ പറയാം? അതായത് ഇപ്പം നമ്മളിങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ, സ്റ്റോപ്പിൻ്റെ ഒരു സാധനം പിടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഏതെങ്കിലും റോട്ടിൽ പണിയെടുക്കുക, വർക്ക് ചെയ്യുകയൊക്കെ നടക്കുന്ന സമയത്ത്, വർക്കൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അവിടുത്തെ പണിക്കാരെ കയ്യിൽ ഇങ്ങനെ കാണാം, സ്റ്റോപ്പ്, ഇവിടെ നിൽക്ക്, സ്റ്റോപ്പ് ചെയ്യ്, എന്നിട്ട് ഇപ്പുറത്തൂടെ പോ, ഇങ്ങനെ കാണിക്കും. ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പുറത്തൂടെ. അതല്ലെങ്കിൽ നമ്മൾ ട്രാഫിക് ജംഗ്ഷനിൽ ഉണ്ടാകുന്ന പോലീസുകാരുടെ കയ്യിലുണ്ടാവും സ്റ്റോപ്പ് അല്ലേ. അപ്പോൾ ഈ സ്റ്റോപ്പിന് നമ്മൾ അറബിയിൽ എന്ത് പറയും? ഖിഫ് എന്നാണ് പറയാ കേട്ടോ. എന്താണ്? ഖിഫ്. ഖിഫ് എന്നാണ് നമ്മൾ സ്റ്റോപ്പിന് അറബിയിൽ പറയാം. ഖിഫ്. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്. അപ്പം മനസ്സിലാക്കുക, പഠിക്കുക. സ്റ്റോപ്പിന് നമ്മൾ അറബിയിൽ പറയാ ഖിഫ് എന്നാണ്. ഖിഫ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഇതാരാ മക്കളെ? ഇതാരാണ്? ഇവനെ നമ്മൾ എന്താ പറയാ? അതായത് റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട് അല്ലേ. അതായത് നമ്മളെ ജംഗ്ഷനിൽ നമുക്ക് എന്താ പറയാ, ഓരോ സിഗ്നൽ കാണിക്കും അല്ലേ. ഓരോ പച്ച ലൈറ്റ്, ചുവപ്പ് ലൈറ്റ്, യെല്ലോ ലൈറ്റ് അല്ലേ. അപ്പോൾ ഈ സിഗ്നലിനെ നമ്മൾ അറബിയിൽ എന്താ പറയാ? സിഗ്നലിന് എന്താ പറയാ നമ്മൾ അറബിയിൽ? എന്താ പറയാ? അൽ ഇഷാറ എന്നാണ് പറയാ കേട്ടോ. എന്താണ്? അൽ ഇഷാറ. സിഗ്നലിന് എന്താണ് പറയാ? അൽ ഇഷാറ. അറിയാത്തവർ എഴുതി വെക്കണേ. ഇഷാറ എന്നാണ് നമ്മൾ സിഗ്നലിന് അറബിയിൽ പറയാം. ഓക്കെ, ഇനി അടുത്തത് ഇത് മൊത്തത്തിലുള്ള നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നോക്കിയേ, അൽ മദ്രസത്ത്. എന്താ അൽ മദ്രസത്ത് എന്ന് പറഞ്ഞാല്? എന്താ മക്കളെ? അൽ മദ്രസത്ത് എന്ന് പറഞ്ഞാൽ സ്കൂളാണ് കേട്ടോ. അൽ മൗഖിഫ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഏരിയക്കാണ് പറയാ കേട്ടോ. അൽ മഹത്തത്തുൽ ബിത്രോൾ എന്നാണ് നമ്മൾ എന്ത് പറയാ? എന്താണ് പറയാ? അൽ മഹത്തത്തു ബിത്രോൾ എന്ന് പറഞ്ഞാൽ പെട്രോളിനാണ് പറയാ കേട്ടോ. പിന്നെ കിഫ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് അല്ലേ, സ്റ്റോപ്പിനാണ് പറയാ. പിന്നെ എന്താണ്? മാബറുൽ മുഷാത്ത്, സീബ്ര ലൈനാണ്. ജംഗ്ഷൻ അൽ മഫ്രക്ക്. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്യും, ഇതേപോലെ പിക്ചർ തന്നിട്ട് നിങ്ങളോട് പറയും, കുഞ്ഞുങ്ങളെ ഇതിനെന്താണ് പറയാ, ഇതിൻ്റെ പേരെന്താണ്, ഇങ്ങനെ ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ അടിയിൽ പേരെഴുതി കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? എന്നാൽ നിങ്ങളോട് വേറൊരു രീതിയിൽ ചോദിക്കും. അതായത് കമ്മിൽ ചെയ്യാൻ, അതായത് എന്താ പറയുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? ഇവിടെ കണ്ടോ, നിങ്ങൾ നോക്കിക്കോട്ടോ. ഇതേപോലെ പിക്ചറാണ് തരാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൻ്റെ അവിടെ പിക്ചർ തന്നിട്ട് നിങ്ങളോട് പറയുന്നത് എഴുതാൻ. മസാ യൗമിൽ അഹദി ദഹബ്ന ഇലാ ഡേഷ്. ഓക്കെ, മസാ യൗമുൽ അഹദ്, യൗമുൽ അഹദിൻ്റെ അന്ന്. യൗമുൽ അഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞായറാഴ്ച അല്ലേ. യൗമുൽ അഹദിൻ്റെ അന്ന് വൈകുന്നേരം ദഹബ്ന ഞങ്ങൾ പോയി, ഇലാ ഡേഷ്. അപ്പോൾ ഇതെന്താ ഇവിടെ കാണുന്നത്? ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ബീച്ചിൻ്റെ ചിത്രമോ
അതല്ലെങ്കിൽ ഒരു ടൗണിൻ്റെ ഇതേപോലെ ടൗണിൻ്റെ ചിത്രമോ അതല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ ചിത്രമോ ഒക്കെ തരും. അപ്പം നമ്മൾ അവിടെ ആ ചിത്രം എന്താണ് നോക്കിയിട്ട് എഴുതണം. ഇവിടെ എന്താണ്, ഒരു പട്ടണമാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ പട്ടണത്തിന് ടൗണിന് നമ്മൾ എന്താ അറബിയിൽ പറയാ, എന്താ പറയാ? യെസ്, മദീനത്ത് എന്നാണ് അല്ലേ. അപ്പോൾ യൗമൻ മസാ യൗമിൽ ലഹരി ദഹബന, ഞങ്ങൾ പോയി ഇലൽ മദീനത്തി, എവിടേക്കാ പോയത്? പട്ടണത്തിലേക്ക് പോയി അല്ലേ. ഇലൽ മദീനത്തി, ഞങ്ങൾ എവിടെ പോയി? പട്ടണത്തിലേക്ക് പോയി. മനസ്സിലായോ? അപ്പൊ ഈ പിക്ചർ എന്താണോ ആ പിക്ചറിന്റെ പേരാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് കാന ഷാരിഉ, ആ പോയ സമയത്ത് എന്താണ്? ഷാരിഉ റോഡായിരുന്നു. റോഡ് എങ്ങനെയായിരുന്നു നോക്കിയേ, ഭയങ്കര തിരക്കാണ് അല്ലേ. റോഡിൽ എന്താണ്? ഭയങ്കര തിരക്കാണ്. അപ്പൊ തിരക്കിന് നമ്മൾ ഇതിന്റെ മുന്നേ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? മുസ്ദഹിമൻ അല്ലേ. എങ്ങനെയാണ്? മുസ്ദഹിമൻ. ഓക്കെ, മുസ്ദഹിമൻ. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? അടുത്തത് വഖഫത്തി സയ്യാറത്തു, സയ്യാറത്ത് നിന്നു, കാറ് നിന്നു. സുഫൂഫൻ, സൊഫായിക്കൊണ്ട് അല്ലേ, ലൈൻ ആയിക്കൊണ്ട്. ഇൻദൽ ഡേഷ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുന്ന് ഒരു കാറ് വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു കാറുണ്ട്, ഇവിടുന്ന് ഒരു കാറുണ്ട്, ഇവിടുന്ന് ഒരു കാറുണ്ട്. അപ്പൊ ഇതെന്താ സംഭവം? ജംഗ്ഷൻ ആണ്. ജംഗ്ഷന് നമ്മൾ അറബിയിൽ എന്താ പറയാ ജംഗ്ഷൻ അറബിയിൽ? ഇന്ന് നേരത്തെ പഠിച്ചിരുന്നല്ലോ. എന്താ പറയാ? മഫ്രഖ് എന്നാണ് പറയാ അല്ലേ. അപ്പൊ ഐന്ദൽ മഫ്രഖി അല്ലേ, ഐന്ദൽ മഫ്രഖ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് എന്താണ് മക്കളെ? ഇവിടെ ഒരു ഇഷാറ അല്ലേ. റഅയ്ന ഫീഹി, ഞങ്ങൾ അവിടെ കണ്ടു. എന്താ കണ്ടത്? അവിടെ കണ്ടത്? റഅയ്ന, ഞങ്ങൾ കണ്ടു. എന്താണ് കണ്ടത്? യെസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കൊടുക്കുന്ന ലൈറ്റിനെ നമ്മൾ പറയുക എന്താണ്? സിഗ്നലിനെ എന്താ പറയാ? ഇഷാറ എന്നാണ് പറയാ അല്ലേ. അപ്പോൾ ഇഷാറ കണ്ടു എന്ന് എങ്ങനെ പറയാ? റഅയ്ന ഫീഹി, ഞങ്ങൾ കണ്ടു അവിടെ അൽ ഇഷാറ. എന്താ കണ്ടത്? ഇഷാറ കണ്ടു. ഓക്കെ, റഅയ്ന ഫീഹി അൽ ഇഷാറ, ഞങ്ങൾ അവിടെ എന്ത് കണ്ടു? ഇഷാറ കണ്ടു. ബഅദ ലഹ്ലാത്തിൻ അളാഅ ഡേഷ് സിർന ഇലൽ അമാം. ബഅദ ലഹ്ലാത്ത്, അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അളാഅ കത്തി, പ്രകാശിച്ചു അല്ലേ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ പ്രകാശിച്ചു. അപ്പോൾ എന്താണ് പ്രകാശിച്ചത്? ഇവിടെ ഗ്രീൻ ലൈറ്റ് ആണ് അല്ലേ. അപ്പൊ ഗ്രീൻ ലൈറ്റിന് നമ്മൾ എങ്ങനെയാ പറയാ? ഒന്നെങ്കിൽ നമുക്ക് ലൗനുൽ അഹ്ലർ എന്ന് പറയാം, അതല്ലെങ്കിൽ ലൗ ഉൽ അഹ്ലർ എന്നും പറയാം, രണ്ടും പറയാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്താം? അള്ളാഹ ലൗനുൽ അഹ്ലർ എന്നോ അതല്ലെങ്കിൽ ലൗ ഉൽ അഹ്ലർ എന്നോ നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അഹ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ച അല്ലേ, അഹ്ലർ. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ലൗനുൽ അഹ്ലർ എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ ലൗ ഉൽ അഹ്ലർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ബഅദ ലഹ്ലാത്തിൻ, കുറച്ച് സമയത്തിന് ശേഷം അളാഅ ലൗനുൽ അഹ്ലർ അല്ലെങ്കിൽ അളാഅ ലൗ ഉൽ അഹ്ലർ, പച്ച ലൈറ്റ് എന്ത് ചെയ്തു? കത്തി. കണ്ടോ എന്തൊരു ഈസിയാ നോക്കിയേ. അടുത്തത് ഫഷാഹദ്ന, അപ്പോൾ ഞങ്ങൾ കണ്ടു. അൽ മുഷാത്തു നടക്കുന്നത്, യുഅബറൂന അല ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. എവിടെയാണ്? അല ഡേഷ്. ഈ ഡേഷ് ഇട്ടെടുത്ത് നമ്മൾ എന്ത് എഴുതണം? സീബ്ര ലൈനിന് അറബിയിൽ എന്ത് പറയും? നമ്മൾ നേരത്തെ പഠിച്ചു. എങ്ങനെ പറയാ? മഅബറുൽ മുഷാത്ത്. അത് നമ്മളിവിടെ എഴുതി കൊടുക്കണം. കണ്ടോ, മഅബറുൽ മുഷാത്ത്. കണ്ടോ, മഅബറുൽ മുഷാത്ത് എന്താണ്? സീബ്ര ലൈൻ അല്ലെ. മഅബറുൽ മുഷാത്ത് എന്താണ്? സീബ്ര ലൈൻ. നമ്മൾ എന്താ പറയാ? സീബ്ര ലൈനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പോവാ. അടുത്ത എന്താണ്? ഔഖഫ്ന അസ്സയ്യാറത്ത, ഞങ്ങൾ ഞങ്ങളുടെ കാറ് നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. ഫി ഡേഷ്, എവിടെയാണ്? ഇത് അവിടെ പാർക്കിംഗ്. കണ്ടോ പാർക്കിംഗ് കണ്ടോ? പാർക്കിങ്ങിന് നമ്മൾ എന്താ അറബിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? മൗഖിഫ് എന്നാണ് അറബിയിൽ പഠിച്ചത് അല്ലേ. അപ്പൊ നമ്മളിത് ഇവിടെ മൗഖിഫ് എന്ന് എഴുതി കൊടുത്തു. കണ്ടോ, ഔഖഫ്ന അസ്സയ്യാറത്ത ഫിൽ മൗഖിഫി. എവിടെയാണ്? ഫിൽ മൗഖിഫി, മൗഖിഫിന്റെ അടുത്ത്, അതായത് പാർക്കിംഗ് ഏരിയയുടെ അടുത്ത് അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയിൽ. വഖറജ്ന ഇലൽ മുൻതസിർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ രൂപത്തിലാണ് നിങ്ങളോട് എക്സാമിന് എന്ത് ചെയ്യാന്നറിയോ?
ചോദിക്കാം. അതായത് ഓരോന്നിൻ്റെയും പിക്ചർ തന്നിട്ട് ആ പിക്ചറിൽ എന്താണോ കാണുന്നത് അതിൻ്റെ അറബി വാക്കാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരും, പിക്ചർ മാത്രം തന്നിട്ട് നിങ്ങൾ സെൻറ്റൻസ് അല്ലാതെ പിക്ചർ മാത്രം തന്ന് ഡയറക്റ്റായിട്ടും ചോദിക്കും. പിക്ചർ എന്താ പറയുക, സെൻറ്റൻസിൽ പിക്ചർ ആഡ് ചെയ്തുകൊണ്ടും നിങ്ങളോട് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ ഈ ഒരു എന്താ പറയുക സിഗ്നൽസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും എക്സാമിന് വരുന്നതാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ലൈവിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.